ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. ബി എ ഇംഗ്ലീഷ് വോയിസസ് ഓഫ് വിമനിലെ ഈവ് ടു ഹെർ ഡോട്ടേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. പ്രശസ്ത ഫെമിനിസ്റ്റ് പോയറ്റ് ജൂഡിത്ത് റൈറ്റിൻ്റെ കവിതയാണ്. നമ്മളിവിടെ ആ പോയത്തിൻ്റെ പാർട്ട് ബൈ പാർട്ടായിട്ടുള്ളൊരു സമ്മറിയും അതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി നോക്കാം. ബിഗിനിങ്. ഈവ് സ്റ്റേറ്റ്സ് ദാറ്റ് ഷി ഡിഡ് നോട്ട് ഇനീഷ്യേറ്റ് ദ സിറ്റുവേഷൻ ദേ ആർ ഇൻ. ഈ പോയത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈവിനെയാണ് അല്ലെങ്കിൽ ഔവയെയാണ് സ്പീക്കറായിട്ട് കാണുന്നത്. അബ്രഹാമിക് റിലീജിയൻസിലെ ക്യാരക്ടേഴ്സാണ് ആദം, ഈവ്, അല്ലെങ്കിൽ മലയാളത്തിൽ ആദം, ഔവ എന്ന് പറയുന്നത്. അവർ നിലവിലുള്ള സാഹചര്യത്തിന് ഇവരല്ല തുടക്കം കുറിച്ചത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് മിത്തോളജിക്കൽ സ്റ്റോറീസിൽ നമ്മൾ കാണുന്നത് ആദമിനെ കൊണ്ട് ഈ ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് ഈവ് ആണ് എന്നുള്ള രീതിയിലാണ്. അതാണ് മനുഷ്യർ സ്വർഗത്തിൽ നിന്ന് പുറത്താകുന്നതിന് കാരണമായി വരുന്നത് എന്നുള്ള രീതിയിലാണ് ആ കഥകളിൽ നമ്മൾ കാണുന്നത്. പക്ഷേ ആ രീതിയിൽ ഈവല്ല അതിന് കാരണക്കാരിയായത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഡിസ്പൈറ്റ് ബീയിങ് എക്സ്പെൽഡ് ഫ്രം ഈഡൻ ആൻഡ് ഫേസിങ് ചലഞ്ചസ് ലൈക്ക് ലിവിങ് ഇൻ കേവ്സ് ആൻഡ് വർക്കിംഗ് ഫോർ ഫുഡ്, ഷീ വാസ് നോട്ട് അൺഹാപ്പി. ഇനി ഈ ഏദൻ ഗാർഡനിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് ഇവിടെ ഭൂമിയിലെ ഗുഹകളിലും മറ്റും ജീവിക്കേണ്ടി വരുമ്പോഴും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴും, അതായത് കൃഷിയോ അല്ലെങ്കിൽ വേട്ടയാടലോ ഒക്കെ ആയിട്ട് ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടാണ് അവർ പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിലും അവർ അൺഹാപ്പി ആയിരുന്നില്ല. അതായത് അവരുടെ കുട്ടികൾ വിശന്ന് കരയുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. ആ രീതിയിൽ അവർക്ക് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിജീവിക്കണം എന്നുള്ള സാഹചര്യമാണ്. പക്ഷേ അപ്പോഴും അവർ അൺഹാപ്പി ആയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. She was willing to follow Adam wherever he went and adapted to their new life. കാരണം അവരുടെ പുതിയ ജീവിത സാഹചര്യങ്ങളോട് അവർ പൊരുത്തപ്പെടുകയും കൂടാതെ തന്നെ ആദം എങ്ങോട്ട് പോകുന്നു അവിടെയെല്ലാം ആദമിനെ ഫോളോ ചെയ്യാൻ അവർ തയ്യാറുമായിരുന്നു എന്നുള്ള കാരണം കൊണ്ട് ഒരു ഫാമിലി എന്ന രീതിയിൽ ഈ പുതിയ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും അവർ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആഡംസ് ഡിസ്കണ്ടന്റ്. ആഡം ഹൗവർ വാസ് നോട്ട് കണ്ടന്റ്. അപ്പോൾ ഈവിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ പറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോഴും ഒരു ഫാമിലി എന്നുള്ള ലൈഫിൽ അവർ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഉണ്ടായിരുന്നത്. ആദം പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഹി ഡ്വെൽറ്റ് ഓൺ ദ പെർസീവ്ഡ് ഇൻസൾട്ട് ആൻഡ് ട്രിക്കറി ഓഫ് ദെയർ സിറ്റുവേഷൻ, ഫീലിംഗ് ദ നീഡ് ടു കോമ്പൻസേറ്റ് ഫോർ എ ഫ്ലോ ഹി ബിലീവ്ഡ് ഹി ഹാഡ്. ആദത്തിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈഗോ ഹേർട്ടായി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ആദത്തിനെ പുറത്താക്കിയിരിക്കുകയാണ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അതൊരു ഇൻസൾട്ടായിട്ടാണ് അദ്ദേഹം കരുതുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിരന്തരം പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ആദത്തിൻ്റേതെന്ന് പറയുന്നു. കൂടാതെ തന്നെ ആളുടെ ഈ ഒരു ക്യാരക്ടറിനൊരു കുറവുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു അനുഭവം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഹി ഡിസ്ലൈക്ക് ദി ഇംപെർഫെക്ഷൻസ് ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ് ഈഡൻ, including the need to work for a living, and even complained about Eve's cooking, unable to compete with the food of heaven. മാത്രമല്ല പുതിയ സാഹചര്യങ്ങളോട് അദ്ദേഹത്തിന് ഒരു ഉൾക്കൊള്ളാൻ കഴിയുന്ന മനസ്ഥിതി ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ അവർക്ക് അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ജോലി എടുക്കേണ്ടി വരും, ഭക്ഷണം കണ്ടെത്തേണ്ടി വരും. അതും ഇവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കാരണം വേഗതയേറിയിട്ടുള്ള ശക്തരായിട്ടുള്ള മൃഗങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രയാസങ്ങളെല്ലാം അതിജീവിക്കുമ്പോൾ ഈ സ്വർഗത്തെക്കുറിച്ചിട്ടുള്ള നഷ്ടബോധം ആഡത്തിന് ഉണ്ടായിരുന്നാണ് പറയുന്നത്. കൂടാതെ പലപ്പോഴും ഈവിൻ്റെ കുക്കിങ്ങിനെ പോലും പരാതി പറഞ്ഞിരുന്നാണ് പറയുന്നത്. കാരണം സ്വർഗത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന ഭക്ഷണത്തോട് കിടപിടിക്കുന്ന രീതിയിൽ ഈവിന് സ്വാഭാവികമായിട്ടും കുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ആ രീതിയിൽ ഈ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്തുള്ള വേദനയാണ് ആഡത്തിന് ഉണ്ടായിരുന്നത്. ഈ പുതിയൊരു സാഹചര്യം അക്സെപ്റ്റ് ചെയ്യാൻ അയാൾക്ക് ഈവിനെ പോലെ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ആഡംസ് റെസ്പോൺസ്. Adam decided to recreate Eden on Earth, introducing advancements like central heating, domesticated animals, and modern technology to make life easier. അപ്പോൾ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ഒരു റിയാക്ഷനായിട്ട് ആദം ചെയ്യുന്നത് ഒരു സ്വർഗം ഭൂമിയിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഈ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ടെക്നോളജിയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇവിടെ ആദം എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിയായിട്ടല്ല, നമ്മുടെ മനുഷ്യവംശത്തിൻ്റെ തന്നെ ഒരു ചരിത്രം പോലെയാണ് ഈ ആദത്തിൻ്റെയും ഈവിൻ്റെയും കഥ ഈ പോയത്തിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ ആദം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ സിമ്പിളായിട്ടും ഈവ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ സിമ്പിളായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്.
അപ്പോൾ ഈ സെൻട്രൽ ഹീറ്റിംഗ്, അതുപോലെ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്, പിന്നെ വേറെയും ഒരുപാട് മോഡേൺ ടെക്നോളജികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യവംശം ഇങ്ങനെ നേടിയെടുത്തിട്ടുള്ള കാര്യങ്ങളിലൂടെ ഭൂമിയിലും ഒരു സ്വർഗം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് ആദം വന്നു എന്ന് പറയുന്നു. He did this to soothe his wounded pride, believing that understanding the mechanisms of the world would make him the inventor of it all. അപ്പോൾ ഇതെല്ലാം ഒരു ഈഗോയുടെ ഭാഗമായിട്ടുണ്ടായതാണെന്നാണ് പറയുന്നത്. അതായത് ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, അപ്പോൾ ഇവിടെ ഒരു സ്വർഗം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മെക്കാനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നതിലൂടെ ആ ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ചിന്താഗതിക്കകത്തും വന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് ഒരു കാര്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഒരു മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മെഷീൻ താനാണ് കണ്ടെത്തിയത് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ആൾ വരും എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ചിന്താഗതി കൂടി ആദമിൽ ഉണ്ടായി വന്നു എന്നുള്ള കാര്യം ഇവിടെ പറയുന്നു. ആഡംസ് ഈഗോട്ടിസം. Adam's mechanical mindedness led him to believe that if something couldn't be demonstrated, it didn't exist. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു ടെൻഡൻസി ഇയാൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, വിശദീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഇദ്ദേഹം ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. This mindset extended to God and other intangible aspects, leading Adam to believe he had reached the center of existence where nothing could be demonstrated. അപ്പോൾ ഈ ഒരു ചിന്താഗതിയുടെ ഫലമായിട്ടുണ്ടായത് ഇപ്പോൾ ദൈവത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ വിശദീകരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനോ സാധിക്കില്ല എന്നുള്ള കാരണമുണ്ട്. അതൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ആദം വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മനുഷ്യവംശത്തിൻ്റെ തന്നെ ഒരു ചരിത്രത്തിൻ്റെ കഥയാണ് പറയുന്നത്. ഒരു സയൻറ്റിഫിക് എറയ്ക്ക് ശേഷം ഇത്തരം സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മനുഷ്യർക്ക് വിശ്വാസം നഷ്ടപ്പെടുകയും ഈ മനുഷ്യരാണ് ഭൂമിയുടെ കേന്ദ്രം എന്നുള്ള രീതിയിലേക്ക് ഈ ഭൂമിയിലെ സാഹചര്യങ്ങൾ മാറിയതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദെൻ ഡിസ്പൈറ്റ് ദിസ് ഹി റിഫ്യൂസ് ടു അക്സെപ്റ്റ് ദാറ്റ് ഹി ഹിംസെൽഫ് ഡിഡ്ന്റ് എക്സിസ്റ്റ്, ഷോക്കേസിങ് ഹിസ് ഈഗോട്ടിസം. അപ്പോൾ ഈ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ആദവും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഭൂമിയിലെ ജീവൻ അല്ലെങ്കിൽ ഇതുപോലൊരു ക്യാരക്ടർ എങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യവും എങ്ങനെ അയാൾ വരുന്നു എന്നുള്ള കാര്യവും നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് ദൈവമില്ല എന്ന് പറയുന്ന പോലെ ആദവും ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈഗോ അത് അംഗീകരിക്കാൻ വേണ്ടി സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നു. ഈവ്സ് സജഷൻ. ഈവ് സജസ്റ്റ് ദാറ്റ് ഇറ്റ് ഈസ് ടൈം ഫോർ ഹെർ ഡോട്ടേഴ്സ് ടു ടേക്ക് ചാർജ്. അടുത്തതായിട്ട് ഈവ് പറയുന്നത് തൻ്റെ പെൺമക്കൾക്ക് ലീഡർഷിപ്പ് എടുക്കുന്നതിനുള്ള സമയമായിരിക്കും എന്നുള്ളതാണ്. ഇവിടെ രണ്ട് രീതിയിൽ നമുക്കതിന് വ്യാഖ്യാനിക്കാൻ കഴിയും. ഒന്ന്, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു പുരുഷ കേന്ദ്രീകൃത ലോകത്തിൽ തങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഈവിൻ്റെ ഡോട്ടേഴ്സ് അല്ലെങ്കിൽ സ്ത്രീകൾ ലീഡർഷിപ്പ് എടുക്കണം എന്നുള്ള കാര്യമാണ് വരുന്നത്. രണ്ടാമത് വരുന്നത് ഈ ലോകം, ഈ ആഡത്തിൻ്റെ ഈഗോയിസം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകമാണ്. ഇവിടെ അഡ്വാൻസ്മെൻറ്റും ടെക്നോളജി ഉണ്ടെങ്കിലും ആ ഈഗോയിസമാണ് ഇതിൻ്റെ റൂട്ടായിട്ട് വരുന്നത്. നമുക്കതിന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇത്രയും ടെക്നോളജിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ യുദ്ധവും അതുപോലെ തന്നെ ദാരിദ്ര്യവും മറ്റു പ്രശ്നങ്ങളും എല്ലാം ഉള്ളൊരു ലോകം തന്നെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒരുപക്ഷെ സ്ത്രീകളായിരുന്നു ഈ ലോകം നയിച്ചിരുന്നതെങ്കിൽ, അവരായിരുന്നു ഇത് ലീഡ് ചെയ്തിരുന്നതെങ്കിൽ ഒരുപക്ഷെ വ്യത്യസ്തമായ ഒരു ലോകമായേനെ എന്നുള്ളൊരു ചിന്താഗതിയാണ് ഇവിടെ വരുന്നത്. ആ രീതിയിൽ ഈ ലോകത്തിൻ്റെ തന്നെ ഭാവി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ത്രീകളോട് ലീഡർഷിപ്പ് എടുക്കാൻ വേണ്ടി പറയുകയാണ്. മറ്റൊന്ന്, ഈ പാട്രിയാർക്കൽ സൊസൈറ്റിക്കകത്ത് തങ്ങളുടെ ഭാവി തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളോട് ലീഡർഷിപ്പ് എടുക്കാൻ പറയുകയാണെന്ന് നമുക്ക് കാണാം. ദെൻ she also mentions they have inherited her faults of character, including submission to Adam, even beyond existence. പിന്നീട് അവർ പറയുന്നത് ഇവൻ്റെ മക്കൾക്ക് അവരുടെ ക്യാരക്ടറിൻ്റെ ഒരു ഫോൾട്ട് അവർക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊന്ന് സബ്മിസീവ്നെസ് ആണ്, അതായത് വിധേയത്വമാണ്. ആദം ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും ആദത്തിനോടുള്ള ആ ഒരു വിധേയത്വം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിനകത്ത് ഈ വിധേയത്വത്തോടു കൂടി പെരുമാറുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഷീ ഒബ്സർവ്സ് ഹിസ് പാറ്റേൺസ് ഇൻ ഹിർ സൺസ് ആബേൽ ആൻഡ് കൈൻ, ഹിൻറ്റിംഗ് അറ്റ് ദ സൈക്ലിക്കൽ നേച്ചർ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അപ്പോൾ
ഈ ഈവിൻ്റെ ഈ ഒരു സ്വഭാവത്തിലെ പോരായ്മ അവരുടെ പെൺമക്കൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ആബേൽ കായൻ എന്ന് പറയുന്നത് ആദത്തിൻ്റെയും ഈവിൻ്റെയും ആൺമക്കളാണ്. അവരുടെ സ്വഭാവത്തിലും ഈ ഒരു ഇൻഹെറിറ്റൻസ് കാണാൻ വേണ്ടി കഴിയും എന്നാണ് അവർ പറയുന്നത്. അതിലൊരു സഹോദരൻ മറ്റൊരു സഹോദരനെ അസൂയ കൊണ്ട് കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആദത്തിനും ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈഗോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളത്. ആ രീതിയിൽ ഇവരുടെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ദ ഫേബിൾസ് പർപ്പസ്. Eve ponders if the entire story of Adam and Eve is meant to demonstrate the significance of human faults. അപ്പോൾ ഈ രീതിയിൽ ഇവർ പറയുന്നത് മനുഷ്യരുടെ ഈ ഒരു ഫോൾട്ട് അതിങ്ങനെ അടുത്ത തലമുറയിലേക്കും ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഫോൾട്ടുകളുണ്ട്. അത് പറയലാണോ യഥാർത്ഥത്തിൽ ഈ കഥയുടെ തന്നെ ഉദ്ദേശം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നു. She suggests that faults may be the only real things that exist because they can be demonstrated. അപ്പോൾ നേരത്തെ പറയേണ്ട ആദത്തിൻ്റെ ഒരു ലോജിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെ ഈ ഫോൾട്ടുകൾ തെറ്റുകൾ മാത്രമേ നിലനിൽക്കുന്നുണ്ടാവുള്ളൂ. കാരണം അത് മാത്രമാണ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഹവർ ഷീ റെക്കഗ്നൈസസ് ദാറ്റ് സജസ്റ്റിംഗ് ദിസ് ടു ആഡം വുഡ് ബി ഫ്യൂച്ചൈൽ as he has elevated himself to a godlike status where he believes he is faultless and therefore doesn't truly exist. പക്ഷേ ഈ ഒരു കാര്യം ആദത്തിനോട് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ആദം എന്ന് പറയുന്നത് ഇവിടെ ഈ മനുഷ്യനോട് അല്ലെങ്കിൽ പുരുഷനോട് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഈ ദൈവത്തിനും അപ്പുറത്തേക്ക് ഈ ലോകത്തിൻ്റെ ഭൂമിയുടെ കേന്ദ്രമായിട്ട് ഈ ആദം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫോൾട്ട് ഇല്ലാത്തൊരു ക്യാരക്ടർ എന്നുള്ള രീതിയിലാണ് ആദം സ്വയം കാണുന്നത്. ആ ഒരു രീതിയിൽ തന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് എന്നുള്ളത് കൊണ്ട് ആദത്തിന് തന്നെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള കാര്യം ആദം സമ്മതിക്കില്ല. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഫിഗറായിട്ട് ആദം വളർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം മനുഷ്യർ ഭൂമിയിൽ അങ്ങനെ എല്ലാത്തിനും മുകളിലുള്ള ഒരു ഫിഗറായിട്ട് ഈ ദൈവത്തെ പോലെ സ്വയം സ്ഥാപിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതിൽ നോട്ട്സ് ആണ്. ആദ്യം ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ നെയിംസ് ഓഫ് ദ ടു സൺസ് ഓഫ് ആഡം ആൻഡ് ഈവ്? ആദത്തിൻ്റെയും ഈവിൻ്റെയും രണ്ട് ആൺമക്കളുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ദ ടു സൺസ് ഓഫ് ആഡം ആൻഡ് ഈവ് ആർ ആബേൽ ആൻഡ് കായൻ. ആബേൽ കായൻ എന്നുള്ളതാണ് അവരുടെ പേര് വരുന്നത്. അക്കോർഡിംഗ് ടു ആഡം വാട്ട് കനോട്ട് ബി ഡെമോൺസ്ട്രേറ്റഡ്? ഇനി ആദത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ വേണ്ടി സാധിക്കാത്തത്? അക്കോർഡിംഗ് ടു ആഡം വാട്ട് കനോട്ട് ബി ഡെമോൺസ്ട്രേറ്റഡ് ഈസ് ഗോഡ് ആൻഡ് അതർ തിങ്സ്. ഇവിടെ ദൈവം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പിരിച്വൽ തിങ്സ് ആണ് ഈ മെക്കാനിക്കൽ മൈൻഡഡ് ആയിട്ടുള്ള ആദത്തിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത്. വാട്ട് ഹാസ് ഇറ്റ്സ് ഔൺ ലോജിക്ക് അക്കോർഡിംഗ് ടു ഈവ്? ഇനി എന്തിനാണ് ഒരു ഔൺ ലോജിക്ക് ഉണ്ടെന്ന് ഈവ് പറയുന്നത്? അക്കോർഡിംഗ് ടു ഈവ് ഫോൾട്ട്സ് ഓഫ് ക്യാരക്ടർ ഹാവ് ദെയർ ഔൺ ലോജിക്ക്. ഇവിടെ മനുഷ്യരുടെ ക്യാരക്ടറിനൊരു ഫോൾട്ട് ഉണ്ട്, അതിനാണൊരു ലോജിക്ക് ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. കാരണം അതിങ്ങനെ ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് എസ് എ ക്വസ്റ്റ്യൻസ്, അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന രീതിയിലാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നമ്മൾ പോയതിൻ്റെ സമ്മറി തന്നിട്ടുണ്ടായിരുന്നു. ആ സമ്മറിയും ഈ പോയിന്റ്സും ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കത് ആൻസർ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, അപ്രോച്ചസ് ടുവേർഡ്സ് പണിഷ്മെൻറ്റ്. ആദത്തിൻ്റെയും ഈവിൻ്റെയും അവരുടെ പണിഷ്മെൻറ്റ്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിനുള്ള അപ്രോച്ച് എന്തായിരുന്നു? ഈവ് അക്സെപ്റ്റ്സ് പണിഷ്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് ലൈഫ് ഔട്ട്സൈഡ് ഈഡൻ, adapts to new challenges and finds contentment despite hardships. ഈവ് ആ ഒരു പണിഷ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ഈഡനിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും പുതിയ ചലഞ്ചസ് നിറഞ്ഞ ഒരു ജീവിതമാണെങ്കിലും അവർ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ജീവിക്കാൻ കഴിയുന്നതിൽ ഒരു കണ്ടൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിരുന്നു. ആഡം ഈസ് ഡിസ്കണ്ടൻറ്റഡ് വിത്ത് ദെയർ സിറ്റുവേഷൻ, dwells on the perceived insult and trickery of their expulsion, feels a need to compensate for a flaw he believes he has, and seeks to recreate Eden on earth. ആദത്തിൻ്റെ ഈ ഒരു റെസ്പോൺസിൽ വരുന്നത് ഒന്ന്, ആ ഒരു സിറ്റുവേഷൻ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറല്ല, അതൊരു ഇൻസൾട്ടായിട്ടാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെന്നുള്ളതാണ്. രണ്ട്, തൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ഫ്ലോ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈഗോ ഹെർട്ട് ആവുകയും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ ഈഡൻ അല്ലെങ്കിൽ ഈ സ്വർഗം ഭൂമിയിൽ പുനർസൃഷ്ടിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് പുതിയ ഈ ടെക്നോളജി മെക്കാനിസം എല്ലാം ഉപയോഗിച്ചുകൊണ്ട്
ലൈഫ് വളരെ ഈസി ആയിട്ട് വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഒരു സ്വർഗം റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ചാണ് ആഡം തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് റെഫറൻസ് ടു കായൻ ആൻഡ് ആബേൽ. ആബേൽ കായൻ എന്ന് പറയുന്നത് ഈ ആദത്തിൻ്റെയും ഈവിൻ്റെയും 2 ആൺമക്കളാണ്. അവരുടെ സ്റ്റോറി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. The poem's mention of Cain and Abel alludes to their story in the Bible, where Cain's jealousy led him to murder his brother Abel. കായൻ്റെ ഈ ഒരു ജലസി അല്ലെങ്കിൽ അസൂയ കാരണം കൊണ്ട് സ്വന്തം സഹോദരനായിട്ടുള്ള ആബേലിനെ മേർഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജലസി, ഈഗോ തുടങ്ങിയിട്ടുള്ള ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻഹെറിറ്റഡ് ആവുന്നു എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. This reference underscores the cyclical nature of human behavior, suggesting that patterns of behavior and traits are inherited through generations, as seen in the story of Cain and Abel. അപ്പോൾ ഈവ് തൻ്റെ മക്കളോട് തൻ്റെ ഒരു സബ്മിസീവ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്താണ് ഈ കെയിനിൻ്റെയും ആബേലിൻ്റെയും കാര്യം പറയുന്നത്. അതായത് ഈ ഈഗോ, ജലസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇൻഹെറിറ്റ് ആയതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഫോൾസ് ഇൻഹെറിറ്റഡ് ആവും എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ സ്റ്റോറി ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇനി വരുന്നത് മെസ്സേജ് ഫോർ ഈവ്സ് ഡോട്ടേഴ്സ്. ഈവ് ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ടൈം ഫോർ ഹെർ ഡോട്ടേഴ്സ് ടു ടേക്ക് ചാർജ്, സജസ്റ്റിംഗ് എ നീഡ് ഫോർ ചേഞ്ച് ആൻഡ് എ ബ്രേക്ക് ഫ്രം ദ സബ്മിസീവ് പാറ്റേൺ ഇൻഹെറിറ്റഡ് ഫ്രം ആഡം. അപ്പോൾ ഈവ് തൻ്റെ മക്കളോട് പറയുന്നത് ഒരു ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. ലീഡർഷിപ്പ് അവർ ഏറ്റെടുക്കാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. അതായത് ഇവർ ആഡത്തിന് സബ്മിസീവ് ആയിട്ട് അല്ലെങ്കിൽ പാട്രിയാർക്കിക്ക് സബ്മിസീവ് ആയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മാറ്റം വരണം, ഒരു ലീഡർഷിപ്പ് എടുക്കണം എന്നുള്ള കാര്യമാണ് ഈവ് തൻ്റെ പെൺമക്കളോട് പറയുന്നത്. ഷി അക്നോളജസ് ദാറ്റ് ഹെർ ഡോട്ടേഴ്സ് മേ ഇൻഹെറിറ്റ് ഹെർ ഫോൾസ് ബട്ട് ഓൾസോ സജസ്റ്റ് ദാറ്റ് ദേ ഹാവ് ദ സ്ട്രെങ്ത് ടു അക്നോളജ് ആൻഡ് അഡാപ്റ്റ്, ഇൻഡിക്കേറ്റിംഗ് എ പൊട്ടൻഷ്യൽ ഫോർ ലീഡർഷിപ്പ് ആൻഡ് ചേഞ്ച് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് ഒരു ക്യാരക്ടർ ഫോൾട്ടിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഈവിൻ്റെ ഫോൾട്ടായിരുന്നു അത്, ഈ ആദത്തിന് സബ്മിസീവ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫോൾട്ട് തൻ്റെ ഡോട്ടേഴ്സിലേക്കും ഇൻഹെറിറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഈവ് പറയുന്നുണ്ട്. പക്ഷേ അത് മറികടക്കാനുള്ള ഒരു സ്ട്രെങ്ത് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഈവ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് ഇൻ ദ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞത് 2 പെർസ്പെക്റ്റീവിൽ നോക്കി കാണാൻ വേണ്ടി കഴിയും. ഒന്ന് ഈ ഡോട്ടേഴ്സിൻ്റെ ഫ്യൂച്ചറിൻ്റെ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, 2 ഈ ഒന്ന് എർത്തിൻ്റെ അല്ലെങ്കിൽ വേൾഡിൻ്റെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ലീഡർഷിപ്പ് എടുക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഈവ് ടു ഹെർ ഡോട്ടേഴ്സ് ആസ് എ പോയം ഓഫ് റീവിസിറ്റിംഗ് മിത്തോളജി. മിത്തോളജിയെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കാണുന്ന ഒരു പോയമായിട്ട് ഇതിനെ പരിഗണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ പോയം റീഎക്സാമിൻസ് ദ ട്രഡീഷണൽ റോൾസ് ആൻഡ് ഡൈനാമിക്സ് ബിറ്റ്വീൻ ആഡം ആൻഡ് ഈവ്, ഓഫറിംഗ് എ മോർ നുവാൻസ്ഡ് പോർട്രയൽ ഓഫ് ദർ ക്യാരക്ടേഴ്സ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഒരു മിത്തോളജിക്കൽ സ്റ്റോറീനെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കാണുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആദവും ഈവും തമ്മിലുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ അവരുടെ ഈ പുതിയ ലൈഫിനോടുള്ള അപ്രോച്ചുമാണ് ഇവിടെ ഇവർ പരിശോധിക്കുന്നത്. ഇറ്റ് ചലഞ്ചസ് ദ നരേറ്റീവ് ഓഫ് ഈവ് ആസ് ദ സോൾ ഇൻസ്റ്റിഗേറ്റർ ഓഫ് ഹ്യൂമാനിറ്റീസ് ഫോൾ ഫ്രം ഗ്രേസ്, ഇൻസ്റ്റെഡ് പോർട്രേയിങ് ഹെർ ആസ് എ റെസിലിയന്റ് ഫിഗർ ഹു അഡോപ്റ്റ്സ് ടു ഹെർ സർക്കംസ്റ്റാൻസസ്. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഈവിനെയാണ് സാധാരണ മിത്തോളജിക്കൽ സ്റ്റോറിയിൽ ഈ ഒരു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. കാരണം അവരാണ് ഈ ആദത്തിൻ്റെ അടുത്ത് ഈ ഫോർബിഡൻ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ കഥയിൽ കാണുന്നത്. പക്ഷേ ഇവരുടെ ഈ പെർസ്പെക്റ്റീവിനകത്ത് അങ്ങനെ ഈവിൻ്റെ ഉത്തരവാദിത്തമായിട്ടല്ല അത് കാണുന്നത്. മറിച്ച് ഈവിനെ ഈ ഹാർഡ്ഷിപ്പിലും അഡാപ്റ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. By revisiting the mythology of Adam and Eve, the poem invites readers to reconsider traditional interpretations of biblical stories and their relevance to contemporary issues. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് വെറും ഒരു മിത്തോളജി ആയിട്ട് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് മനുഷ്യവംശത്തിൻ്റെ തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയുടെ കാര്യങ്ങൾ കൂടി ഈ പോയത്തിനകത്ത് പറയുന്നുണ്ട്. ആ രീതിയിൽ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവിലൂടെ ഇത് നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോയത്തിനകത്ത് ശ്രമിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് ഡെമോൺസ്ട്രേഷൻ ഇൻ ദ പോയം. ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശദീകരിക്കുക, അങ്ങനെ അവതരിപ്പിച്ച് കാണിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ആഡംസ് ഇൻസിസ്റ്റൻസ് ഓൺ ഡെമോൺസ്ട്രബിൾ പ്രൂഫ് റിഫ്ലെക്ട്സ് എ റേഷണലിസ്റ്റ് ആൻഡ് സ്കെപ്റ്റിക്കൽ പെർസ്പെക്റ്റീവ്, എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എംപിരിക്കൽ എവിഡൻസ് ഓർ ഫെയ്ത്ത് ഓർ ഇൻറ്റ്യൂഷൻ. ആദം ഈ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും മെക്കാനിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് നേടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. ഏതൊരു കാര്യവും ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പ്രൂഫ് വെച്ച് അവതരിപ്പിച്ചാൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കാൻ ആൾ തയ്യാറാവുള്ളൂ.
This perspective can be seen as a critique of scientific or materialistic worldviews that dismiss or marginalize spiritual or metaphysical aspects of a human existence. അപ്പോൾ ഇവിടെ വിമർശനമായിട്ട് വരുന്നത് ഈ ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സിന് പ്രാധാന്യം കുറയുകയും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊരു വേൾഡ് വ്യൂ ഇവിടെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ക്രിറ്റിസിസം ആയിട്ടാണ് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ എല്ലാ കാര്യത്തിലും ആവശ്യപ്പെടുന്ന ആറ്റിറ്റ്യൂഡിനെ വിമർശിക്കുന്നത്. The poem suggests that Adam's emphasis on demonstration ultimately leads to a denial of his own existence, highlighting the limitations of purely rationalist thought. അപ്പോൾ ആദത്തിൻ്റെ ഈ ലോജിക്ക് അനുസരിച്ചിട്ട് ആദ്യം തന്നെ ഗോഡ് അതുപോലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള നിഗമനത്തിലേക്ക് വന്നു. കാരണം അതൊന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ ആ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് ആദവും എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ആദത്തിനെയും ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാരണം കൊണ്ട്. പക്ഷെ അത് ആ ഒരു ഈഗോയിസം കാരണം കൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ എല്ലാ കാര്യവും ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിന് ശേഷം മാത്രം അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു ലോജിക്കലായിട്ടുള്ള കാര്യം ആയിരിക്കില്ല എന്നുള്ള രീതിയിലാണ് ഈ പോയത്തിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.